ദുർമന്ത്രവാദത്തിന്റെ ശക്തിയില്ലേ, കുഴിച്ചിട്ടിട്ട് മറ്റേ ചത്തുപോയി, ആള് തീർന്നു. ഏത് മൃഗത്തിനെ ബലി കൊടുത്താലും, ഒരു കോഴിയെ ബലി കൊടുത്താലും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചേ പറ്റും. ഇവിടെ ശബരിമലയിലെ വിഷയം എന്താണ്? മുരാരി ബാബു എന്ന് പറഞ്ഞ ഒരാൾ യാതൊരു സാധാരണ ഒരുത്തനായിട്ട് അവിടെ ചെന്ന് കയറിയവനാണ്. അപ്പം ഭഗവാനെ വിറ്റില്ലേ. ദുർമന്ത്രവാദങ്ങൾ, ഞാൻ നല്ല മന്ത്രം പഠിച്ചവനാണ്, നല്ലവണ്ണം പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം പഠിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ശവത്തിന്റെ മുകളിൽ ഇരുന്ന് എൻ്റെ വീഡിയോ ഉണ്ടത്. ശാശ്വതമായ സത്യം, ജനിച്ചാൽ ജന്നത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള യാത്ര. മൂന്നാറിലുണ്ടായിരുന്ന ഒരു ഡെപ്യൂട്ടി തഹസിൽദാറുടെ മകൻ, ഒരു വക്കീലിൻ്റെ മകൻ, രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ടായി. തൈ കെട്ടുമ്പം മുഖം വീർത്ത് വരും. ഞാൻ അവനെ രക്ഷിച്ചു, പകരം എൻ്റെ കണ്ണടിച്ചു പോയി. ഇവിടുത്തെ പ്രേത പ്രശ്നമുണ്ടായിരുന്നു കാന്തല്ലൂരിൽ ആശ്രമത്തിൽ സാന്റാ കാസ. ഞാനതിനെ ആവാഹിച്ച് ദർബയിൽ ആവാഹിച്ച് ദഹിപ്പിച്ചു. മോളിൽ പോയപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒറ്റത്തള്ള ആരാന്ന് ഈ കൈ ഒടിഞ്ഞു പോയി. പ്രേതങ്ങൾ ശത്രുക്കളായിട്ട് വരുമോ? പ്രേതം ശത്രുക്കളായിട്ട് വരുമോ? മരണത്തിന് ലെയറുണ്ട്, ആ ലെയറിൽ കൂടെ സഞ്ചരിക്കണം. ഞാൻ എത്രയോ പേരുടെ മരണത്തെ ഇന്ന ദിവസമുള്ളൂ. ഇപ്പം ടീച്ചറിൻ്റെ ചേച്ചി ഉച്ചയ്ക്ക് 1 മണിക്ക് മരിക്കുമെന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞു. അമ്മ രാത്രി 11 മണിക്ക് മരിക്കുമെന്ന് നേരത്തെ പറഞ്ഞു. എൻ്റെ കൂടെ രാജേഷ് എന്ന് ചെറുപ്പക്കാരുണ്ട്, മകനെ പോലാണ്. ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ നിന്നപ്പോൾ ഞാൻ വിളിക്കടാ അച്ഛൻ എന്ത് ചെയ്യണു, കാപ്പ് പിടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു 11 മണിക്ക് അപ്പുറം പോകില്ല, ലെയറി കാണാമല്ലോ. 11 മണിയപ്പം മരിച്ചു. ഒരു നടൻ ചെയ്തതാണ് ഒരാളെ നശിപ്പിക്കാൻ. അയാളാണ് ജീവനുള്ള കാട്ടുമാന്ത്രികം. കാട്ടുമാന്ത്രികത്തിനകത്ത് പാലക്കാടിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ്, എനിക്കത് നന്നപോലെ അറിയാം. ജീവനുള്ള കറുത്ത കോഴിയെ വാങ്ങിച്ച് കൂടെ എല്ലാം എടുത്തു കളഞ്ഞിട്ട് മുളകൊക്കെ പുരട്ടിയിട്ട് കുഴിച്ചിടും. ദുർമന്ത്രവാദത്തിന്റെ ശക്തിയില്ലേ, കുഴിച്ചിട്ടിട്ട് മറ്റേ ചത്തുപോയി, ആള് തീർന്നു, മരിച്ചുപോയി. മറ്റേ അനുഭവിക്കും, ചെയ്തവൻ അനുഭവിക്കുമല്ലോ. മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അയാൾ മരിച്ചു, മറ്റേ മരിച്ചു. മരിക്കണ്ടുമ്പോൾ അയാൾ വന്നതെന്ന് ഞാൻ ഒരു എപ്പിസോഡ് DNA ചെയ്തിട്ടുണ്ട്. മരിക്കണന് ഇത്രയും കാലം മുമ്പ് അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാളും നല്ലവനല്ല. ഇപ്പം എനിക്കതിൽ എത്രയോ പേര്, എനിക്ക് ഒരു ദിവസം കഴുത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വയ്യ. നോക്കുമ്പോൾ ഞാൻ നാഡീശാസ്ത്രത്തിൽ പോയി നോക്കുമ്പോൾ ഒരു പോത്തിനെ വെട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്കെതിരെ, എനിക്ക് വേണ്ടിയിട്ട് വെട്ടിയ കുഴപ്പമില്ലല്ലോ, എന്നാലും പറ്റില്ല. മൃഗങ്ങളെ കൊല്ലുമ്പോൾ, ഏത് മൃഗത്തിനെ ബലി കൊടുത്താലും, ഒരു കോഴിയെ ബലി കൊടുത്താലും അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചേ പറ്റും. ഒരു ജീവിയെയും കൊല്ലാൻ, ജീവനുള്ള ഒന്നിനെയും കൊല്ലാനുള്ള അവകാശം ഈശ്വരൻ പറഞ്ഞിട്ടില്ല. അത് ദൈവസൃഷ്ടിയിലുള്ളതാണ്. നിങ്ങൾ ബലി കൊടുക്കുക, കോഴിയെ കൊല്ലുക, ഇതൊന്നും നമ്മൾ കുമ്പളങ്ങ. ഞാൻ പറഞ്ഞു, വളരുന്ന കുമ്പളങ്ങ ജീവനുള്ളത് മാത്രമേ വളരുകയുള്ളൂ. ഒരു ചെടിയുടെ ഇല പോലും മുറിച്ചാൽ അതിൻ്റെ ശാപമുണ്ട്. കാരണം അത് ജീവനുള്ളതാണ് അല്ലേ. നമ്മൾ മരങ്ങൾ വെട്ടിമുറിച്ച് ഏതെങ്കിലും തടിമൊരാളി 3ാം തലമുറ ഉണ്ടോ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കും. ഏതെങ്കിലും മദ്യം വിറ്റത്തിന് 3ാം തലമുറയുടെ സ്ഥിതി അന്വേഷിച്ചു നോക്കും. പാറ പൊട്ടിക്കുന്നവൻ്റെ 3ാമത്തെ സ്ഥിതി അന്വേഷിച്ചു നോക്കും. 3ാമത്തെ തലമുറ ക്ഷതമുണ്ടായേ പറ്റുള്ളൂ. കാരണം പ്രപഞ്ചം നമ്മൾ നശിച്ചു പോകുന്ന 100%. നിങ്ങൾ എടുത്തു നോക്കിക്കോ, 3ാം തലമുറ ആ ശാപം. അതും ഇപ്പം നമ്മൾ നശിച്ചു പോയ ഒരു വെമ്പൻ വ്യവസായികളുടെ എൻ്റെ അടുത്ത് വരാറുണ്ട് തലമുറകളിൽപ്പെട്ട. പണ്ട് എന്തുണ്ടായിരുന്നു എന്നുള്ളതല്ല വിഷയം, ഇന്ന് നിനക്കെന്തുണ്ട്. അത് നിന്റെ പൂർവികർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം. അധികാരം ഇരിക്കുമ്പോൾ നമ്മളൊന്നും വേണ്ട. ശബരിമലയിലെ വിഷയം എന്താണ്? മുരാരി ബാബു എന്ന് പറഞ്ഞ ഒരാൾ യാതൊരു സാധാരണ ഒരുത്തനായിട്ട് അവിടെ ചെന്ന് കയറിയവനാണ്. അപ്പം ഭഗവാനെ വിറ്റില്ലേ. അവൻ്റെ 3ാം തലമുറയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. ഇപ്പം അറസ്റ്റ് ചെയ്ത് എത്തിടും. ഈ പോറ്റി ഞാൻ പ്രോഗ്രാം ചെയ്തതാണ്. എവിടെയാണോ അധർമ്മം നിലനിൽക്കുന്നത്, ആ അധർമ്മം നിലനിൽക്കുമ്പോൾ ഭഗവത് സാന്നിധ്യം എത്ര ഇല്ലാന്ന് പറഞ്ഞാലും അത് മറ്റൊരാളിലൂടെ പുറത്തു വരും. അയ്യപ്പനുള്ളതില്ല, നമ്മൾ ദൈവികമായ ശക്തിയെ, ദുർമന്ത്രവാദങ്ങൾ, ഞാൻ നല്ല മന്ത്രം പഠിച്ചവനാണ്, നല്ലവണ്ണം പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം പഠിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ശവത്തിൻ്റെ മുകളിൽ ഇരുന്ന് എൻ്റെ വീഡിയോ ഉണ്ടത് ജപിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. മനസ്സിലാക്കാൻ ഇതെല്ലാം പഠിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഒരാൾക്ക് നേരെ നമ്മളൊരു വിരൽ പോലും ചൂണ്ടരുതെന്നാണ്. ഒരു ശവത്തിനെ തിരിച്ചടിക്കൂലേ. ഭയങ്കരമായ അവസ്ഥയല്ലേ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കൂടെ 2 ചെറുപ്പക്കാർ പണ്ട് കാലത്തുണ്ടായിരുന്നു, പഠിക്കാൻ വന്നതാണ്. ഇവരെ കൂടെ നിർത്തരുത് എന്ന് അന്നുള്ള പരസ്യ കമ്പനി നടത്തിയ മുഴുവൻ പേരും പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു, 2 ചെറുപ്പക്കാരല്ലേ, എനിക്കന്ന് ഒരു നിവൃത്തിയില്ലായിരുന്ന കാലത്തും 1000 രൂപ ശമ്പളം വീതം കൊടുത്ത് കൂടെ നിർത്തി. അതിലൊരാളുടെ സ്ഥിതി അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഒന്ന്, മറ്റേ ആൾ എന്നെ കണ്ടു ഒരു സ്ഥലത്ത് വെച്ച്. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ഗംഗയിൽ കുംഭമേളയ്ക്ക് പോവുകയാണ്. അപ്പം ഞാൻ അടുത്ത് നിന്ന് ആളിനോട് പറഞ്ഞു, ഇവിടുത്തെ പോകരുതെന്ന് പറ, അവൻ്റെ മുഖത്ത് ലക്ഷണം മോശമാണ്. മറ്റേ ആൾ പറഞ്ഞു ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൻ കുംഭമേളയ്ക്ക് പോയി ഗംഗയിലെടുത്ത് ചാടി. ഇപ്പോൾ ശരീരം തളർന്നു, ഈ തല പോയി ഇടിച്ചിട്ട് എനിക്ക് ദുഃഖാവസ്ഥയാണ്. ഞാൻ ഇന്നലെ അത് കിടക്കുവാണ്. അപ്പോൾ പോകരുത് എന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല. എന്നോട് എന്തെങ്കിലും നീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴെങ്കിലും ചേർത്ത് പിടിച്ചിട്ടുള്ളവൻ എന്നോട് നീതികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. നീ അനുഭവിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് സംഭവിക്കാൻ പോകണമെന്ന് പറയും. എൻ്റെ കാര്യമുണ്ട് ഒരുപാട് അനുഭവങ്ങൾ.
ഈ പറയുന്ന ഞാനിതിൽ നിന്ന് മുക്തനാണോ? ഇപ്പോൾ മരണം എന്ന് പറയുന്ന പോലെയാണ്. നീ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, മരണത്തെക്കുറിച്ച് സംസാരിക്കും, മരണമില്ല എന്ന് പറയുന്നു, മരണം ഉണ്ടെന്ന് പറയുന്നു, മരണാനന്തര ജീവിതത്തിലുള്ളവരുമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് നിനക്ക് മരണമില്ലാതിരിക്കും. ശാശ്വതമായ സത്യം ജനിച്ചാൽ ജന്നത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള യാത്ര. സ്വാമിക്ക് തിരിച്ചടികൾ ഉണ്ടാകാറുണ്ടോ? മരണത്തിൽ 100% ഉണ്ട്. ഞാൻ ചൗടിയിലുണ്ടല്ലോ. എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയ കെട്ടിട ആശ്രമമല്ല, അവിടെ ഞാൻ ചൗടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ ദഹിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് മരിക്കുന്നതിന് മുമ്പേ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്? മരണമാണല്ലോ ശാശ്വതമായ സത്യം. ജീവിതത്തിൽ ഒരു സത്യമേ ഉള്ളൂ, അത് മരണമാണ്. നിനക്ക് സംഭവിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു വാക്യം അത് മാത്രമാണ്. അതില്ലാതെ ഒരു മരുന്നിനും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ കർണയക്ഷി കൂടെയുള്ള കാലത്തോളം കൂടെ മരണത്തെ രക്ഷിക്കാനല്ലല്ലോ. നീ പണം ഉണ്ടാക്കാനുമല്ല, നീ മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങൾ പറഞ്ഞു വരുമ്പോൾ, കലിയുഗത്തിൽ മന്ത്രതന്ത്രാദികൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, പൂജാതി വിധികളുടെ പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുമ്പോൾ, നീ യഥാർത്ഥത്തിൽ ഒരു സത്യമുണ്ട് എന്ന് ലോകത്തെ അറിയിക്കാൻ അവന് ഒരു സ്പർശം കൊണ്ടോ നോട്ടം കൊണ്ടോ അവന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, ഞാൻ പലരോടും പറയും, ഇതൊക്കെ പറഞ്ഞ് സംഭവമൊക്കെ പറഞ്ഞ് നിങ്ങളിതൊക്കെ ചെയ്തു നോക്കൂ, കുറച്ചെങ്കിലും പരിഹാരം വന്നാൽ നല്ലത്. അതേ പറയാൻ പറ്റൂ. ഞാൻ ചോദിക്കുക, ഏതെങ്കിലും മരുന്ന് കൊടുത്തൊരു രോഗം മാറ്റാമെന്ന് പറയാൻ പറ്റൂ? ഇല്ല. തള്ളവിരലിൽ നിന്ന് തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്ന് തള്ളവിരലിലേക്കും മാറ്റപ്പെടുന്നതാണ് മരുന്നെന്ന് പറയുന്നത്. ഒരു മരുന്നിനും ഒരാളെ രക്ഷിക്കാൻ പറ്റില്ല, താൽക്കാലികമായി മാറി നിൽക്കുന്നതാണ്. പക്ഷെ അവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം സ്വാമി ഒരുപാട് പേരുടെ കർമ്മങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വാമി അത് പറഞ്ഞു തരുന്നു, അതിനുവേണ്ടിയുള്ള ക്രിയകൾ പറഞ്ഞു തരുന്നു. അപ്പോൾ അവരുടെ കർമ്മത്തിൽ അവിടെ മാറ്റം വരികയാണ്. ഈ കർമ്മഫലങ്ങൾ സ്വാമിക്ക് തിരിച്ചടിയായിട്ട് വരുമോ? അത് അറിഞ്ഞുകൂടാ. അത് വന്നാൽ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഇപ്പം എൻ്റെ കണ്ണ് പോയി, എന്താണ്, ആ മൂന്നാറിലുണ്ടായിരുന്ന ഒരു ഡെപ്യൂട്ടി തഹസിൽദാരുടെ മകൻ, ഒരു വക്കീലിൻ്റെ മകൻ, രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി, ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോയിൽ, തൈ കെട്ടുമ്പം മുഖം വീർത്ത് വരും. അവൻ 2 വർഷമായി സ്കൂളിൽ പോയില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, മക്കളെ അനുഭവിക്കാൻ യോഗമില്ല. ഒരു കുട്ടിയല്ലേ, അവനെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ 2ാമത്തെ മകൻ്റെ അതേ മുഖച്ഛായ. ഞാൻ അവനെ രക്ഷിച്ചു, പകരം എൻ്റെ കണ്ണടിച്ചു പോയി. കാഴ്ചയില്ലാതെ കുറേ കാലം നടന്നു. ടീച്ചറെ കല്യാണം കഴിച്ച് കൈപിടിച്ച് നടക്കേണ്ട അവസ്ഥ വന്നു. ദൈവഹിതം കൊണ്ട് ഇപ്പോഴും പ്രശ്നമുണ്ട്. ഞാൻ ഇന്ന് 3 നേരം മരുന്നൊഴിച്ചേ പറ്റൂ കണ്ണിൽ. അവർ തിരിഞ്ഞു പോലും നോക്കൂല, അവരൊന്ന് വിളിച്ചിട്ട് പോലുമില്ല അതിനുശേഷം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കില്ലേ, അവരിൽ നിന്ന് പണം വാങ്ങുകയോ, അവൻ്റെ പണം അതിൻ്റെ കൂടെ ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, അവരുടെ റിലേറ്റീവ്, അദ്ദേഹം എന്തോ ദക്ഷിണ എങ്ങാണ്ട് അവിടെ കൊടുക്കുകയും. അപ്പോൾ അതുകൊണ്ട് പണം സമ്പാദിക്കാൻ തന്നെ നമ്മുടെ മുമ്പിൽ ഒരാൾ ഈശ്വരൻ കൊണ്ടുവരുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കി നമ്മൾ ചെയ്തു കൊടുക്കുക. എത്ര എൻ്റെ കൈ ഒടിഞ്ഞു പോയി. ഒരിടത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാന്തല്ലൂരിൽ ആശ്രമത്തിൽ, സാന്റാ കാസ. ഞാനതിനെ ആവാഹിച്ച് ദർബയിൽ ആവാഹിച്ച് ദഹിപ്പിച്ച് മോളിൽ പോയപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒറ്റത്തള്ള ആരാന്ന് ഈ കൈ ഒടിഞ്ഞു പോയി. കുറേ കാലം ഒടിഞ്ഞ് കൈയുമായിട്ട് നടന്നു. ഇതൊക്കെ വരും മനുഷ്യൻ്റെ ജീവിതത്തിൽ. അറിഞ്ഞുകൊണ്ട് നമ്മൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോയാൽ, ഇപ്പം അതിൻ്റെ ഉദാഹരണം പറയാം. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഓരോരുത്തർ വരുവാണല്ലോ, വരുമ്പോൾ പണം ഇല്ലാത്തവരും ഒരു സ്വാമിയെ പണിക്കെടുത്ത് വരണം എപ്പോഴാണ് ജീവിതത്തിൽ ഒരു ഗതി കെട്ടുന്ന അവസ്ഥ. ഞാൻ തമാശയായിട്ട് പറയാം, ലോട്ടറി അടിച്ചവരാരും എൻ്റെ അടുത്ത് വരില്ലല്ലോ എന്ന്. പക്ഷെ ധനമുള്ളവർ ഇത് ബാക്കി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സഞ്ചരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ടൈറ്റാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി, നമുക്കെന്തുവാ, അവൻ്റെ ബാക്കി കിടക്കണ വാങ്ങിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് വല്ല നേടാമുണ്ടോ? പക്ഷെ അത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം വേണം, ആർജവം വേണം. അവൻ്റെ ഇരിക്കണ പൈസയും കൊണ്ട് സ്വന്തമാക്കാൻ ഇത് നടക്കില്ല. തന്ത്രമാന്ത്രികങ്ങളില്ലാത്ത സത്യസന്ധമായും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ദൈവികമായ അനുഗ്രഹത്തിന് മുമ്പിലോട്ട് പോയാൽ ഒരു ശക്തിക്കും തൊടാൻ പറ്റില്ല. ശത്രുക്കളൊക്കെ ഉണ്ടാവും, അത് നമ്മുടെ വിഷയമൊന്നുമില്ല. നല്ല ശത്രു നേരെ വന്ന് ഞാൻ സുനിൽ പരമേശ്വരനെ കൊല്ലാൻ പോവാണ്, കൊല്ലടാന്ന് തന്നെ പറയും. പ്രേതങ്ങൾ ശത്രുക്കളായിട്ട് വരുമോ? പ്രേതം ശത്രുക്കളായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അതായത് നെഗറ്റീവ് മരണാനന്തര ശേഷമുള്ള ജീവിതത്തിൽ വളരെ അലഞ്ഞു നടക്കുന്നതും മരണാനന്തര ശേഷമുള്ള പ്രേതസഞ്ചാരത്തിൻ്റെ ഗതി വേറെ ഒന്നാണ്. അത് ഈ ഗതിയല്ല. അത് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ തറയിൽ കൂടെ നടന്നു പോകുന്നു, മരണത്തിൻ്റെ ലെയറുണ്ട്, ആ ലെയറിൽ കൂടെ സഞ്ചരിക്കണം. ഞാൻ എത്രയോ പേരുടെ മരണം കഴിഞ്ഞ ദിവസമുള്ളൂ. ഇപ്പം ടീച്ചറിൻ്റെ ചേച്ചി ഉച്ചയ്ക്ക് 1 മണിക്ക് മരിക്കുമെന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞു. അമ്മ രാത്രി 11 മണിക്ക് മരിക്കുമെന്ന് നേരത്തെ പറഞ്ഞു. എൻ്റെ കൂടെ രാജേഷ് എന്ന് ചെറുപ്പക്കാരുണ്ട്, മകനെ പോലാണ്. ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ നിന്നപ്പോൾ ഞാൻ വിളിച്ചടാ അച്ഛൻ എന്ത് ചെയ്യണു, അച്ഛൻ കാപ്പ് പിടിച്ചോണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, കാപ്പ് പിടിച്ചോണ്ടിരിക്കണം. ഞാൻ 11 മണിക്ക് അപ്പുറം പോകില്ല, ലേറി കാണാമല്ലോ വന്നു. 11 മണിയപ്പോൾ മരിച്ചു. നമ്മളതുകൊണ്ട് നമ്മൾ മരിക്കായിരിക്കും, നമുക്കും അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഞാനും ടീച്ചറുടെ കാറിന് ഇറങ്ങി പോവുകയാണ്. കഴക്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഈ കാറിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇന്നെന്ന് പറഞ്ഞു വേണമെങ്കിൽ ലോറി ഒരു സൈഡ് എടുത്തുകൊണ്ടങ്ങ് പോയി. കാറിൻ്റെ ഡോറും ഇല്ല, ഒന്നുമില്ല. അത് നമുക്ക് തോന്നുന്നതല്ലേ. ഇതുകൊണ്ട് വല്ല ദിവ്യ അത്ഭുതം വല്ലതും ഉണ്ടാവും. ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൽ ഒരുത്തം വിളിച്ചു, സ്വാമി തേങ്ങ എങ്ങനെ കയ്യിലെടുത്ത് വിരൽ കൊണ്ട് പൊക്കണം. ഞാൻ ഇങ്ങോട്ട് വരാൻ പറയും. നമ്മൾ വിരൽ കൊണ്ട് പൊക്കണം. ഇതൊക്കെ കൊണ്ട് തന്ത്രമാന്ത്രികങ്ങൾ പഠിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങളാണെങ്കിലും ഉള്ളു പ്രശ്നം.
വന്നു ചേർന്നതെല്ലാം മനുഷ്യൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കുകയും, ഞാൻ എൻ്റെ പുസ്തകം വിറ്റാണ് ജീവിക്കണം, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് അത് മതിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ജീവിക്കാതെ മതി. ദൈവത്തിനോട് കടപ്പാടാണ്. അക്ഷരങ്ങളുള്ളിടത്തോളം കാലം എനിക്ക് ഇതിനകത്തൊരു ബുദ്ധിമുട്ടില്ല, എനിക്ക് ചിന്തകളുള്ളിടത്തോളം കാലം സംസാരിക്കാനാണെങ്കിലും ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഏത് വിഷയം പറഞ്ഞാലും എനിക്ക് അറിയാവുന്നതാണ്. മണ്ടത്തരമായിരിക്കും, മണ്ടത്തരവും ഒക്കെ പറയും, ആഗ്രഹങ്ങൾ തയ്ക്കണം. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വാമി ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാം, തെറ്റാണോ, എന്നാൽ ശരി പറഞ്ഞു തരൂ. സാധാരണപ്പെട്ട ഒരാൾക്ക് ഇത് പഠിച്ചെടുക്കാൻ കഴിയും, ഇത്തരത്തിലുള്ള വിദ്യകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അത് അറിഞ്ഞൂടല്ലോ. അങ്ങനെ വിദ്യ പഠിപ്പിക്കാൻ ഒരു ഗുരു അവിടെ സ്വാമിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എനിക്ക് അറിഞ്ഞൂടല്ലോ. അറിയാവുന്നവരുടെ അടുത്തല്ലേ. നമുക്ക് അച്ഛാന്നറിയാം 5 അക്ഷരം തെറ്റുള്ള എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊരു കാര്യം? ഇതൊന്നും പഠിക്കാനുള്ളതല്ലേ. ഇത് പൂർവ്വജന്മത്തിൽ നിന്നും പൂർവികമായിട്ടുള്ളതും നീ സമയത്ത് നിന്നിലേക്ക് ഇത് വന്നു ചേരണം എന്നുണ്ട്. ഇപ്പം നിനക്കൊരു അപകടം സംഭവിക്കാൻ പോവാണ്, ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ, ഒരാൾ ഇവിടെ വന്നിട്ട് സംസാരിക്കും. പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇരിക്കാൻ, അല്ല സ്വാമി പോകണം. ഞാൻ പറഞ്ഞു ഈടവും ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഇറങ്ങിപ്പോയി. അങ്ങോട്ട് ഇറങ്ങി 2 മിനിറ്റ് എൻ്റെ വിളിച്ചു, കാറ് പോയി ചുവരിലിടിച്ച്. ആ സമയത്തിനെ അതിജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ആരും പോകില്ല.